പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളെ മണ്ണുത്തി കോളേജിൽ പ്രവേശിപ്പിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. സിദ്ധാർത്ഥന്റെ അമ്മ നൽകിയ ഹർജിയിലാണ് സ്റ്റേ. അഹമ്മദ് മുസ്തബ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. മുസ്തബ, എന്താണ് വിശദാംശം? പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളെ പൂക്കോട് സർവകലാശാലയിൽ നിന്ന് നേരത്തെ ഡീബാർ ചെയ്തിരുന്നു. പിന്നീടാണ് മണ്ണുത്തി ക്യാമ്പസിൽ ഈ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. ഈ ഉത്തരവിനെതിരെ സിദ്ധാർത്ഥന്റെ അമ്മ നൽകിയ അപ്പീലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കുകയും അതനുസരിച്ച് സിംഗിൾ ബെഞ്ചിന്റെ നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയ പുതിയ അന്വേഷണം നടത്താമെന്നുള്ളൊരു തീരുമാനത്തിൽ അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. പകരം ആ അന്വേഷണത്തിൽ അമ്മയെ കൂടി കേൾക്കണം എന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പകരം മണ്ണുത്തി സർവകലാശാലയിൽ ഈ 18 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാനുള്ള തീരുമാനത്തെ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഹൈക്കോടതിയുടെ ചില സുപ്രധാനമായ നിരീക്ഷണങ്ങൾ കൂടി ഇതോടൊപ്പമുണ്ട്. വിദ്യാർത്ഥികൾ റാഗിംഗ് നടത്തുന്നത് കിരാതവാഴ്ചയ്ക്ക് തുല്യമാണെന്നും ഇത്തരക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറത്തു നിൽക്കേണ്ടവരാണെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. എന്തായാലും ഒരു ഇടക്കാല സ്റ്റേ ആണ്. ഇതിൽ എതിർകക്ഷികൾക്ക് ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് കേസ് വീണ്ടും ഇക്കാര്യത്തിൽ തുടർവാദം കേൾക്കും. നിഷാദ്.